ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈ ചിക്കൻ ആണ്. നമ്മൾ KFC നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫ്രൈ ചിക്കൻ അതേ ടേസ്റ്റിൽ, ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാ കിച്ചണിലും എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള റെസിപ്പി ആട്ടോ അത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ബെസ്റ്റായി തോന്നിയതുകൊണ്ടാട്ടോ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് എന്നാലും ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ചിക്കൻ മുക്കി വെക്കാൻ ഒരു ബാറ്റർ ഉണ്ടാക്കണം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തത്. അതിൻ്റെ അളവാട്ടോ പറയുന്നത്. നിങ്ങൾ 1 കിലോ ചിക്കനാണെങ്കിൽ ഇതിനെ പകുതി എടുത്താൽ മതിയാവും. ആദ്യം ഒരു പാത്രത്തിലേക്ക് 250 മില്ലി മെഷർമെൻറ്റ് വരുന്ന 2 ഗ്ലാസ് പാലെടുത്ത്, പാല് നമുക്ക് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് 2-2.5 ടീസ്പൂണ് സുർക്ക ചേർത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് മൂടി വെക്കണേ. ഈ ബ്രോസ്റ്റഡൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറൊക്കെ ആട്ടോ ചേർക്കുക. നമുക്ക് വീട്ടിൽ ഏതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒനിയനും ഗാർലിക്കിൻ്റെയൊക്കെ പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി എരിവാണ് ആവശ്യമെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ കാശ്മീരി ആട്ടോ ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചിക്കനും ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. കുറഞ്ഞതൊരു 30 മിനിറ്റ് വെക്കണം. ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഇത് പൊരിക്കാനായിട്ട് നമുക്ക് 2 ടൈപ്പ് മിക്സ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒന്ന് വെറ്റും ഒന്ന് ഡ്രൈയും. ആദ്യം നമുക്ക് വെറ്റ് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ എടുക്കുക, ഒരു മുട്ട, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ടീസ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ദോശയ്ക്ക് കുഴക്കുന്ന പോലെ ആ പരുവത്തിലാക്കിയെടുക്കുക. ലാസ്റ്റ് ഇത്തിരി ഗരം മസാല ചേർത്താണ്. ഇനി നമുക്ക് ഡ്രൈ മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് 3 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്തിരി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ബാക്കി എല്ലാ മിക്സിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടാതെ നോക്കണം. ഇനി നമുക്ക് ചിക്കൻ ഇത് രണ്ടിലും മുക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ എടുത്തിട്ട് ആ വെറ്റ് മിക്സിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ, ഇളക്കേണ്ട ആവശ്യമില്ലേ. എന്നിട്ട് ഡ്രൈ മിക്സിലിട്ടിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഈ ഒരു സെറ്റ് നല്ല ടൈം എടുത്ത് ചെയ്യണം കേട്ടോ. മാക്സിമം ഈ ചിക്കനിലേക്ക് നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രൈ ആക്കിയാൽ ലുക്കിലൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഫ്രൈ ചിക്കനിലൊക്കെ നമ്മൾ കാണുന്ന പോലെ റിങ്കിൾസ് പോലത്തെ ഒരു സംഭവമല്ലേ, അത് വേണമെങ്കിൽ നല്ലോണം തട്ടി കൊടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് പുറമെ ഒന്നും കൂടി കട്ടി വേണമെങ്കിൽ ഒന്നും കൂടി വെറ്റ് മിക്സിൽ മുക്കിയിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഡ്രൈ മിക്സിൽ ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ട്രിപ്പിൽ നമ്മൾ 3 ആട്ടോ എടുത്താൽ നമ്മൾ കുത്തി നിറച്ചിടാതെ ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിലിടാതെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം തൊട്ടേ ഫ്രൈ ചിക്കനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അറിയാത്ത റെസിപ്പീസ് നമ്മൾ യൂട്യൂബിൽ തന്നെയല്ലേ സെർച്ച് ചെയ്യുക. അപ്പോൾ ഓരോരോ റെസിപ്പീസ് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കതിൽ ഏറ്റവും ബെസ്റ്റായി ട്രൈ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയ റെസിപ്പി ആട്ടോ. ഇതിൽ എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിക്കണേ, കളറൊക്കെ മാറിയിക്കണേ. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചുട്ടനൊക്കെയാണെങ്കിൽ ഇതും ടൊമാറ്റോ സോസും കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ്. പുറമെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല ജ്യൂസി ആയ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡായിട്ട് ടൊമാറ്റോ സോസും മയോണൈസൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രൈ ചിക്കൻ ഇഷ്ടമുള്ളവർ മസ്റ്റായും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.